ഈ മുള കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇത് വീട്ടിലെ അലങ്കാരത്തിനായിട്ടൊക്കെ എടുക്കുന്ന ഒരു മുളയാണ്. ഇത് നാഴിക്ക് വേണ്ടിയിട്ടും എടുക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. ഇതിൻ്റെ കുഞ്ഞു തൈകൾ ഇവിടെ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിപ്പള്ളം ഗാർഡനിലാണ്. ഞാൻ 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എല്ലാ ചെടികളെയും കുറിച്ച് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഒരുപാട് ചെടികളുണ്ട്. എല്ലാം ഒരൊറ്റ വീഡിയോയിൽ കാണിച്ച ലെങ്ത് കൂടും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. തുച്ഛമായ നിരക്കിലാണ് നമുക്ക് ഇവിടെ നിന്ന് ചെടികൾ വാങ്ങാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് ഈ കുഴിപ്പള്ളം ഗാർഡനിൽ ഒരു പാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് നോക്കാൻ പോയപ്പോൾ കണ്ട മുളയാണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു മുളയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. മുളയുടെ പല ഇനങ്ങളാണ്. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ അലങ്കാരത്തിനായിട്ട് വളർത്തുന്ന ഒരു മുളയാണ്. ഒരുപാട് ഇങ്ങനെ കാട് പിടിച്ച് വളരുന്ന ഒരു ടൈപ്പാണ്. ഇല്ലിമുള എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനിലോട്ട് പോകാം. ഈ കാണുന്ന ചെടികളെല്ലാം അധികം വെയിലത്ത് വെച്ച് വളർത്താത്ത ഒരു ചെടികളാണ്. ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുന്ന ചെടികളാണ് ഈ കാണുന്നത്. പൂർണ്ണമായും നമുക്ക് വീട്ടിനകത്ത് വെച്ച് വളർത്താൻ പറ്റില്ല. കുറച്ച് മിതമായ വെയിലിൽ വളർത്തുന്ന ചെടികളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. എപ്പോഴും ഇതിന് വെള്ളം വേണം. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണിത്. ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരിടമാണ് ഈ കുഴിപ്പള്ളം ഗാർഡൻ. നിങ്ങൾ ഒരു തവണ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ കാണാത്ത ചെടികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റീസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഏകദേശം 15 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പൂന്തോട്ടമാണിത് കേട്ടോ. നമ്മുടെ വീട് തന്നെ ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. പല നിറത്തിലുള്ള പൂക്കളുള്ള സീനിയ, ഡാലിയ തുടങ്ങിയ ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടാൽ വിചാരിക്കുന്ന ഒരു റബ്ബർ മരമാണെന്ന്. പക്ഷേ അതൊരു റബ്ബർ മരമല്ല, ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് സാലഡ് എന്നാണ്. ഇതിൻ്റെയൊക്കെ വിലകൾ 10,000 രൂപ, 3,500 എന്നിങ്ങനെയുള്ള റേഞ്ചിലാണ്. ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് സെറാമിക് പോട്ടിലാണ്. ആ പോട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ. എന്നാലും പെട്ടെന്നൊന്നും പൊട്ടാത്ത ടൈപ്പാണ്. ഈ പോട്ടുകളും അവിടെ ലഭ്യമാണ്. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെടിയായിരുന്നു ഇത്. നമ്മളന്ന് അതിനെ തത്തമ്മ ചെടി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ തത്തമ്മയുടെ രൂപത്തിലുള്ള ഒരു പൂവൊക്കെ കായ്ക്കും. ഇതൊക്കെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും ഇൻഡോർ പ്ലാന്റ് ആണ്. കാക്ടസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ബോൾ കാക്ടസ് ആണ്. ഇതിൻ്റെ വലിപ്പമുള്ള ചെടികളും അവിടെയുണ്ട്. ഈ കാണുന്നതെല്ലാം ബോൺസായി ആണ്. ഡാലിയയുടെ തന്നെ പല നിറത്തിലുള്ള ചെടികളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പല ഇനത്തിലുള്ള തൈകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൻ്റെ വില 550ഓളം അടുപ്പിച്ചാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ തൈകൾ വരെ വാങ്ങാൻ സാധിക്കും. നമുക്ക് വലിയ ചെടിക്കൊക്കെ 11,000 3,500 കൊടുത്ത് വാങ്ങാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ തന്നെ ചെറിയ തൈകൾ അവിടെയുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ചെറിയ ബോൾ കാറ്റക്സിൻ്റെ വലുതാണ് കേട്ടോ. ഇത് വലുതായി വരുമ്പോൾ ഈ രൂപത്തിലാവും. പിന്നെ തന്നെ ഇതിൻ്റെ പല വെറൈറ്റീസിലുള്ള കാക്ടസിൻ്റെ ചെടികളാണ്. ഇത് നല്ല ഹൈറ്റ് വളരുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന്തൂറിയത്തിൻ്റെ പല നിറത്തിലുള്ള ആന്തൂറിയമുണ്ട്. അതിൻ്റെയൊക്കെ വിലകൾ 300, 200 എന്നുള്ള റേഞ്ചിലൊക്കെയാണ്. ആന്തൂറിയത്തിൻ്റെ റെയർ കളേഴ്സൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കളർ ഏതെങ്കിലും ഗാർഡനിൽ പോയാൽ നമുക്ക് കിട്ടില്ല. ഇവിടെ വന്നാൽ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന കളറിലുള്ള ആന്തൂറിയം അവർ എടുത്തു തരും. പിന്നെ ഓർക്കിഡിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പല നിറത്തിലുള്ള കാണാൻ എന്ത് ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നതെന്ന് നോക്കി. എല്ലാം പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ലക്കി ബാമ്പു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെടി. ഇത് ഞാൻ മിക്ക വീടുകളിലും കണ്ടിട്ടുള്ളതാണ്. അവർ ഈ ചെടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവർക്ക് ഭാഗ്യം വന്നു ചേരും എന്നൊക്കെ ഒരു വിശ്വാസം. അങ്ങനെയുള്ള ചെടികളുമുണ്ട്. പിന്നെ ഇതൊക്കെ എന്നും പൂക്കുന്ന ചെടികളാണ്. പിന്നെ വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് ഇത്. ഇതും ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 250, 200 എന്നുള്ള റേഞ്ചിലൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുമുണ്ട്, 50 രൂപയ്ക്കുമുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളാണ്. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റും ഉണ്ട് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റായിട്ടും ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഓരോ പുതിയ ചെടികളായിരിക്കും വന്നിട്ടുള്ളത് കേട്ടോ. എന്ന് പോയാലും എന്തെങ്കിലും പുതിയ വെറൈറ്റീസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ചെടികൾ മാത്രമല്ല, ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളായാലും പോട്ടുകളായാലും ഇൻഡോർ പ്ലാന്റ് വയ്ക്കാനുള്ള ഭംഗിയിലുള്ള പല സെറാമിക്കിൻ്റെ പോട്ടുകളും ഇവിടെ നിന്ന് കിട്ടും. എല്ലാ സാധനങ്ങളും ഒരു പൂന്തോട്ടത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും.
ചെടികൾ വാങ്ങി വെച്ചാൽ മാത്രം പോരാ കേട്ടോ, അതുപോലെയുള്ള പരിപാലനവും ഇവയ്ക്ക് ആവശ്യമാണ്. ഇവിടെയുള്ള ചെടികളിൽ എപ്പോഴും ചെറിയൊരു നനവായിരിക്കും. നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചാലും അതുപോലെ ഒരു ചെറിയ നനവിലായിരിക്കണം ഈ ചെടികളെല്ലാം സംരക്ഷിക്കേണ്ടത്. നല്ല വേനൽ സമയത്ത് കൂടിയും ഇവിടെയുള്ള ചെടികളെല്ലാം നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഗ്രാസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ അവർ വന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഭംഗിക്ക് വളർത്തുന്ന പനകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നില്ലേ, അതുപോലെയുള്ള എണ്ണപ്പനകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. വലിയ വിലയൊന്നുമില്ല. അതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറച്ചാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കസ്റ്റമർ സർവീസും. നമുക്ക് ഇഷ്ടമുള്ള ഏത് ചെടി വേണോ അത് അവരോട് പറഞ്ഞാൽ മതി. അവർ നിമിഷ നേരങ്ങൾക്ക് ഉള്ളിൽ തന്നെ അവരത് എടുത്തു തരുന്നതായിരിക്കും. നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കേണ്ട കാര്യവും ഇല്ല. ഈ കാണുന്നതാണ് കുഴിപ്പള്ളത്തിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഇത് കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുമാത്രം ചെടികളായിരിക്കും ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് ആട്ടറമൂല വഴി കുഴിപ്പള്ളം ഗാർഡനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ബൈപ്പാസ് വഴി വരുന്നവരാണെങ്കിൽ വിഴിഞ്ഞം പൈറ്റുവിള വഴി കുഴിപ്പള്ളം ഗാർഡനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും.